നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക, ഹൂതി സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുവാൻ സമർത്ഥമായ നയതന്ത്ര ഇടപെടൽ കൊണ്ട് ഒമാന് സാധിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഒമാന്റെ സമർത്ഥമായ നയതന്ത്ര ഇടപെടൽ കൊണ്ട് ആ മേഖലയിലെ സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ ക്ഷമനമുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിനു മുമ്പ് വരെ ലോക നയതന്ത്ര തലങ്ങളിലൊന്നും അത്രമേൽ ശക്തമല്ലാതിരുന്ന ഒമാൻ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ സമർത്ഥമായ നയതന്ത്ര ഇടപെടലുകൾ കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്തകളിൽ ഒന്ന്, ഹൂതികളും അമേരിക്കയും തമ്മിൽ ആ മേഖലയിൽ അപകടകരമായ വിധം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്ന ഒരു സംഘർഷം ഒമാന്റെ നേതൃപാടവം കൊണ്ട് രമ്യമായി പരിഹരിക്കപ്പെടുന്നു എന്ന വാർത്തയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഹൂതികളുമായിട്ടുള്ള സംഘർഷം ഒമാന്റെ നയതന്ത്ര ബന്ധം കൊണ്ട്, നയതന്ത്ര വിപുണത കൊണ്ട് അവസാനിക്കുന്നു എന്ന വാർത്ത പുറത്തുവിടുകയാണ്. ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന് അഭിമാനിക്കുവാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ള നിമിഷങ്ങളാണ് കടന്നു വരുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇതിനു മുമ്പ് അമേരിക്ക ഇറാൻ ആണവായുധ വ്യാപന നിരോധന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും നേതൃത്വം കൊടുത്തിരുന്നത് ഒമാനായിരുന്നു. ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ ബിൻ അഹമ്മദ് അൽ ബുധൈദിയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവായുധ നിരോധന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുമൊക്കെ നേതൃത്വം നൽകിയിരുന്നത്. എന്തായാലും 1, 2, 3 ഘട്ടം ചർച്ച. 1-ാം ഘട്ടം ഒമാനിലെ മസ്കറ്റിലും, 2-ാം ഘട്ടം റോമിലും, 3-ാം ഘട്ടം വീണ്ടും ഒമാനിലെ മസ്കറ്റിലുമായ ചർച്ച പുരോഗമിച്ചു. 4-ാം ഘട്ട ചർച്ച ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടെന്ന് ഒമാൻ പറയുന്നു. അതുകൊണ്ട് ആ ചർച്ച താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ആ ചർച്ച തുടരും എന്ന നിഗമനത്തിൽ തന്നെയാണ് ലോകം വളരെ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത്. എന്തായാലും ഒമാൻ ലോകത്തിന്റെ നയതന്ത്ര ഭൂപടത്തിൽ വ്യക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തുന്നു എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഹൂതികളും അമേരിക്കയും തമ്മിലുള്ള സംഘർഷവും ഒമാന്റെ ശ്രമഫലമായി അവസാനിക്കുന്നു എന്ന വസ്തുത കൂടി ലോകം ചേർത്ത് വായിക്കുകയാണ്. ഒമാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക്, ലോകത്തിന്റെ തലപ്പത്തേക്ക് ഉയർന്നു വരുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഈ നയതന്ത്ര ഇടപെടലുകളെ, ഒമാന്റെ നയതന്ത്ര ഇടപെടലുകളെ കാണുന്നത് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പുറത്തു വരുന്നു. ഹൂതികൾ ശക്തരും മനക്കരുത്തുള്ളവരുമാണ്, അവരുമായിട്ടുള്ള സംഘർഷം അമേരിക്ക അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പുറത്തു വരുന്ന അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്തായാലും ഈ ഹൂതികളും അമേരിക്കയും തമ്മിലുള്ള കരാർ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. എന്തായാലും അത് നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അത് പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഈ അവസരത്തിലും അമേരിക്കയ്ക്ക് F-18 ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ ചെങ്കടലിൽ നഷ്ടമാകുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിലാണ് F-18 യുദ്ധവിമാനങ്ങൾ അമേരിക്ക ആ മേഖലയിലെ യുദ്ധകാര്യങ്ങൾക്കായി സജ്ജീകരിക്കുന്നത്. അത് ഒരിക്കൽ കൂടി ചെങ്കടലിൽ അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അമേരിക്ക പറയുന്നത് ഇത് ഹൂതികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതല്ല എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഹൂതികൾ പറയുന്നത് തങ്ങളുടെ ആക്രമണത്തിലാണ് അമേരിക്കയ്ക്ക് F-18 എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വിഖ്യാതമായ യുദ്ധവിമാനം ചെങ്കടലിൽ ഒരിക്കൽ കൂടി നഷ്ടമാകുന്നത് എന്നാണ്. എന്തായാലും ഹാരിസ് ട്രൂമാനെതിരെയും ഹൂതികൾ നിരന്തരമായ ആക്രമണം അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം ഹൂതികളുടെ ഭാഗത്തുനിന്ന് ഹിയാസാരി, ഹൂതികളുടെ വക്താവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. അമേരിക്കയുമായി ഒമാന്റെ മധ്യസ്ഥതയിൽ ഒരു അനുരഞ്ജന കരാർ ഉണ്ടായാലും ഇസ്രായേലിന് മേലുള്ള തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ല. ഗസയുടെ മേൽ എന്നാണ് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുക? ഗസ നിവാസികൾക്ക് എന്ന് ആണോ സമാധാനമായി കിടന്നുറങ്ങുവാൻ കഴിയുക? അതുവരെ ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് എഹിയാസാരി, ഹൂതികളുടെ നേതാവ്, വ്യക്തമാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സംഘർഷത്തിന്റെ വലിയ സാധ്യത നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഒമാന്റെ അവസരോചിതമായ നയതന്ത്ര ഇടപെടലുകൾ അമേരിക്കയും ഹൂതികളും തമ്മിലുള്ള സംഘർഷത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നു. അവരൊരു സമാധാന കരാറിലേക്ക് എത്തപ്പെടുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.